1993 ആസ്വാദകരെ അതിശയിപ്പിച്ച കിങ് കോങ്. സാങ്കേതിക വിദ്യയെ മാക്സിമം ഉപയോഗിച്ച് നമ്മളെ അത്ഭുതപ്പെടുത്തിയ ഒരു ചിത്രം. പറഞ്ഞു വരുന്നത് ഈ സിനിമയെക്കുറിച്ചോ അതിലുപയോഗിച്ച അനിമേഷൻ ടെക്നിക്കുകളെക്കുറിച്ചോ ഒന്നും തന്നെയല്ല. കഥയിലെ നായകനെ കുറിച്ചാണ്, കിങ് കോങ്ങിനെ കുറിച്ച്. നീണ്ട നാളുകളായി ആക്ഷൻ രംഗങ്ങൾ കൊണ്ടും ഇമോഷണൽ സീനുകൾ കൊണ്ടും ഒക്കെ നമ്മളെ ഫാൻസാക്കി മാറ്റിയ ഈ വമ്പൻ ഗൊറില്ലയുടെ പിറവിക്ക് പിന്നിലെ കഥ അറിയാവോ? കിങ് കോങ് എന്ന ആശയം സൃഷ്ടിച്ചത് മെറിയൻ സി കൂപ്പർ എന്ന അമേരിക്കക്കാരനാണ്. ഒരു സൈനിക ഉദ്യോഗസ്ഥനായിരുന്നു ഈ മെറിയൻ സി കൂപ്പർ. ഒന്നാം ലോക മഹായുദ്ധത്തിലും മറ്റു ചില യുദ്ധങ്ങളിലും ഒക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണ് ഈ കൂപ്പർ. ആ സമയങ്ങളിൽ കുറച്ചു നാൾ യുദ്ധ തടവുകാരനായിട്ടൊക്കെ ജീവിച്ചിട്ടുണ്ട്. ഈ മിലിറ്ററി കരിയർ തീർന്ന ശേഷം കൂപ്പർ മറ്റൊരു ജോലിയിലേക്ക് കടന്നു, ഒരു റിപ്പോർട്ടറിന്റെ വേഷം. കൂപ്പറിന്റെ ജീവിതത്തിലെ വഴിത്തിരിവായ തീരുമാനമായിരുന്നു അത്. വീഡിയോ ക്യാമറയുമായി ചുറ്റി നടന്ന കൂപ്പർ പല വിഷ്വൽസും പകർത്തിയെടുക്കുന്നുണ്ടായിരുന്നു. ഒരിക്കൽ ശരിക്കുള്ള മൃഗങ്ങളെയൊക്കെ വെച്ച് ഷൂട്ട് ചെയ്ത ഒരു വീഡിയോയിൽ കുറേ കഥാസന്ദർഭങ്ങളൊക്കെ കയറ്റി നാച്ചുറൽ ഡ്രാമ എന്ന പേരിൽ ഇതിനിടെ കുറേ ചിത്രങ്ങൾ കൂപ്പർ പുറത്തിറക്കിയിട്ടുണ്ടായിരുന്നു. ഈ ചിത്രത്തിന് ആ സമയത്ത് വലിയ സ്വീകാര്യത ലഭിച്ചു. വിനോദത്തിന് വേണ്ടി മാത്രം കൂപ്പർ ചെയ്തെടുത്ത നാച്ചുറൽ ഡ്രാമ തികച്ചും ശാസ്ത്രീയമായ വിവരങ്ങളാണെന്നൊക്കെ കാണുന്നവരെ തോന്നിപ്പിച്ചു. ആ സമയത്താണ് കുറച്ച് ബബൂൺ കുരങ്ങന്മാരെ കൂപ്പർ കാണാനിടയാവുന്നത്. അതോടെ ഇദ്ദേഹത്തിന് കുരങ്ങന്മാരോട് വലിയ താല്പര്യം തോന്നുകയും അവരെ വെച്ച് കൂടുതൽ വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 1930 മറ്റൊരു വിചിത്ര ജീവിയെക്കുറിച്ച് കൂപ്പർ തന്റെ സുഹൃത്തായ ഡഗ്ലസിൽ നിന്ന് അറിയുന്നത്. ഇന്തോനേഷ്യയിലുള്ള കൊമോഡോ ഡ്രാഗൺ എന്ന ഭീകരൻ പല്ലിയായിരുന്നു ആ ജീവി. ഇതോടെ കൂപ്പറിന്റെ ചിന്ത വേറൊരു രീതിയിലേക്ക് പോയി. എന്തുകൊണ്ട് ഒരു പുതിയ കഥ ആലോചിച്ചുകൂടാ? ഭയങ്കരനായ ഒരു കൊമോഡോ ഡ്രാഗണെ എതിർത്ത് തോൽപ്പിക്കുന്ന ഒരു ഭീകരൻ ഗോറില്ല, ഒരു അതിഭീകരൻ ഗോറില്ല. കിങ് കോങ് അങ്ങനെ ഉണ്ടായ ആശയമാണെന്നാണ് പറയപ്പെടുന്നത്. അന്നത്തെ കാലത്ത് പാശ്ചാത്യ ലോകത്ത് ഗോറില്ല അത്രയ്ക്ക് പരിചിതമായ ഒരു മൃഗമൊന്നും ആയിരുന്നില്ല. ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ജീവിക്കുന്ന ഈ ആൾക്കുരങ്ങുകളെ പറ്റി ഒട്ടേറെ മിത്തുകളും അന്ധവിശ്വാസങ്ങളും ഒക്കെ ആൾക്കാർക്കുണ്ടായിരുന്ന ഒരു സമയമാണ്. അങ്ങനെ കൂപ്പർ ഒരു കഥയങ്ങുണ്ടാക്കി. ഒരു വിദൂര ദ്വീപിൽ താമസിക്കുന്ന ഒരു വമ്പൻ കൊമോഡോ ഡ്രാഗണും ഗോറില്ലയും. ഇവർ തമ്മിൽ ഒരിക്കൽ ഒരു പൊരിഞ്ഞ അടി നടക്കുകയും ആ അടിക്കിടെ ഗോറില്ല പിടിയിലാവുകയും അതിനെ ന്യൂയോർക്കിൽ എത്തിക്കുകയും ചെയ്യും. പിന്നീട് ഈ ഗോറില്ല അമേരിക്കയിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പ്രധാന ഇതിവൃത്തം. ഈ കഥ നേരത്തെ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ ഡ്രാമയാക്കാൻ ഒരു സ്പോൺസറെ തപ്പി നടന്ന കൂപ്പറുടെ ചെരുപ്പ് തേഞ്ഞതല്ലാതെ ഒന്നും നടന്നില്ല. കാരണം കൂപ്പറിന്റെ പ്ലാൻ അനുസരിച്ച് ശരിക്കും ഒരു ഗൊറില്ലയെ ആഫ്രിക്കയിൽ നിന്ന് പിടികൂടി അമേരിക്കയിൽ എത്തിച്ച് വീഡിയോ ഷൂട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് ഇമ്പോസിബിൾ ആയിരുന്നു. ഇതൊക്കെ വലിയ ചെലവുള്ള കാര്യം കൂടിയായിരുന്നു. 1930 കാലഘട്ടത്തിൽ ലോകം മുഴുവൻ വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടി നേരിട്ടിരുന്നൊരു സമയമാണ് ഇതെന്ന് ഓർക്കണം. അങ്ങനെ കൂപ്പറിന്റെ ഐഡിയ പെട്ടിയിലാക്കി വെച്ചു. എന്നാൽ ഇതിനിടെ ഒരു സിനിമാ കമ്പനിയിലെ അസിസ്റ്റന്റായി കൂപ്പറിന് ജോലി കിട്ടി. അവിടെ വെച്ചാണ് വിൽ സോംബ്രയൻ എന്ന അനിമേറ്ററെ അദ്ദേഹം പരിചയപ്പെടുന്നത്. ഇന്നത്തെ കാലത്തെ അനിമേഷനുകളായിട്ടൊന്നും താരതമ്യപ്പെടുത്താൻ സാധിക്കാത്ത അനിമേഷന്റെ പ്രാചീന രൂപമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത്. മിടുമിടുക്കനായിരുന്നു ഈ വിൽസ് എന്ന് പറയുന്ന വ്യക്തി. 90കളിൽ ചരിത്രം സൃഷ്ടിച്ച ജുറാസിക് പാർക്ക് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ദിനോസറുകൾ അണിനിരക്കുന്ന ചിത്രം. പ്രശസ്ത എഴുത്തുകാരൻ ആർത്തർ കോനൻ ഡോയിലിന്റെ ലോസ്റ്റ് വേൾഡ് എന്ന നോവലിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ചിത്രം നിർമ്മിച്ചത്. ഈ നോവല് 30കളിൽ സിനിമയാക്കിയപ്പോൾ അനിമേറ്റർ ആയത് ഈ വിൽ സോംബ്രയൻ ആണ്. ഇതെല്ലാം കണ്ട കൂപ്പറിനും സംഭവം നന്നേ ഇഷ്ടപ്പെട്ടു. കൊമോഡോ ഡ്രാഗണുകൾക്ക് പകരം ദിനോസറുകളെ നേരിടുന്ന ഗൊറില്ല. അദ്ദേഹം തന്റെ മനസ്സിലെ കഥയെ ഇങ്ങനെയൊന്ന് മാറ്റി ചിന്തിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ദിനോസറിനെയൊക്കെ ഇടിച്ച് തറ പറ്റിക്കണമെങ്കിൽ സാധാരണ ഗൊറില്ലയ്ക്കൊന്നും അത് പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും? അങ്ങനെ കഥയിലെ ഗൊറില്ലയ്ക്ക് 12 അടി പൊക്കം നിശ്ചയിച്ചു. താമസിയാതെ തന്നെ കഥ സിനിമയായി. തന്റെ കഥാപാത്രത്തിന് പേരും കൂപ്പർ നിശ്ചയിച്ചു, കോങ്. അമേരിക്കയിലെ കോങ്കോ എന്ന രാജ്യത്തിന്റെ പേരിൽ നിന്നാണ് ഈ പേര് കിട്ടുന്നത്. എന്നാൽ മറ്റൊരു പ്രമുഖ സംവിധായകന്റെ നിർദ്ദേശപ്രകാരം കിങ് എന്നുകൂടി കൂട്ടിച്ചേർത്തു. അങ്ങനെ കൂപ്പറിന്റെ കഥാപാത്രം ജനിച്ചു, കിങ് കോങ്. പിൽക്കാലത്ത് ലോകത്തിലെ തന്നെ ഏറ്റവും ജനപ്രിയനായ മൃഗ കഥാപാത്രമായിട്ട് കിങ് കോങ് മാറുമെന്ന് കൂപ്പർ ഒരിക്കൽ പോലും ചിന്തിച്ചു കാണില്ല. ചിത്രത്തിന് 2 സംവിധായകരുണ്ടായിരുന്നു, കൂപ്പറും ഏണസ്റ്റ് ഷോർട്ട്സാക്കും. പ്രശസ്ത ബ്രിട്ടീഷ് സയൻസ് ഫിക്ഷൻ എഴുത്തുകാരൻ എഡ്ഗൻ വാലസും കഥ എഴുതുന്നതിൽ കൂപ്പറിനൊപ്പം കൂടിയിരുന്നു. അന്നത്തെ കാലത്തെ $5 ലക്ഷം ചെലവഴിച്ചിട്ടാണ് ചിത്രം നിർമ്മിച്ചത്. അന്ന് ആ ബജറ്റ് ഉണ്ടെങ്കിൽ 2 ചിത്രങ്ങൾ പിടിക്കാമെന്നതാണ് കണക്ക്. സിനിമയ്ക്കായിട്ട് ഒരു വലിയ കിങ് കോങ് പ്രതിമയുണ്ടാക്കി. റബ്ബറിലും സ്റ്റീലിലും സ്പോഞ്ചിലും ഒക്കെയാണ് അന്നത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. 3 പേർ ചേർന്നാണ് ഇതിനെ പ്രവർത്തിപ്പിച്ചത്. സ്റ്റോപ്പ് മോഷൻ, അനിമേഷൻ, അന്നത്തെ കാലത്ത് അന്യമായിരുന്ന മറ്റ് സ്പെഷ്യൽ എഫക്റ്റുകൾ എന്നിവയെല്ലാം ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒടുവിൽ ചിത്രം പൂർത്തിയായി. 1933 മാർച്ച് 12 പുറത്തിറങ്ങിയ കിങ് കോങ് ലോകമെങ്ങും വലിയ ആരാധകരെ നേടി. അക്കാലത്തെ ഏറ്റവും വലിയ പണം വാരി പടങ്ങളിൽ ഒന്നായിരുന്നു ഇത്. പിൽക്കാലത്ത് ഈ ചിത്രം അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മികച്ച 50 ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം പിടിക്കുകയും US നാഷണൽ ഫിലിം രജിസ്ട്രിയിൽ ഉൾപ്പെടുകയും ചെയ്തു. ഏതായാലും ഈ ചിത്രത്തോട്
ചിത്രത്തോടെ കിങ് കോങ്ങിന് ധാരാളം ആരാധകരുണ്ടായി. ആ വർഷം തന്നെ സൺ ഓഫ് കോങ് എന്ന പേരിൽ കിങ് കോങ്ങിന്റെ തുടർ ചിത്രവും ഇറങ്ങി. പിന്നീട് വിവിധ കാലഘട്ടങ്ങളിലായി 9 ചിത്രങ്ങളിൽ കൂടി കിങ് കോങ് നായകനായി.